ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ബ്ലാക്ക്മിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോയുടെ മുൻപ് കണ്ടിട്ടുണ്ടാവും ഒരു സസ്പെൻഷൻ. അതിന് പറയുന്ന പേരാണ് ടെൻഷൻ സസ്പെൻഷൻ. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കാര്യങ്ങളും നമ്മളത് എങ്ങനെയാണ് സംഭവം ആ ലെവലിൽ നിർത്തുന്നത്, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വീഡിയോയ്ക്ക് ആദ്യം തന്നെ വേണ്ട സാധനം ഇതേപോലെ ഒരു അടിപൊളി കമ്പി കിട്ടും. അപ്പോൾ നമ്മളിതൊരു അത്യാവശ്യം നല്ല തിക്ക് നോക്കി കമ്പി നോക്കി, അത്യാവശ്യം വളയുന്നതും ആയ കമ്പി നോക്കി നമ്മൾ മേടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 മീറ്റർ കേട്ടോ ഇത് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ട സാധനം നമ്മൾ ഇതേപോലെ ദൂരം കേട്ടോ, ജസ്റ്റ് ഒന്ന് കെട്ടിയെടുക്കാൻ, ഈ സസ്പെൻഷൻ ഒന്ന് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പം മച്ചാന്മാരെ, അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കമ്പിയിൽ ഒരു 20 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഭാഗം വെച്ച് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ബെൻഡ് ചെയ്ത ഭാഗത്തു നിന്നും അതുപോലെ തന്നെ 20 സെൻറ്റിമീറ്റർ അളന്ന് ഈ സൈഡും വളച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇവിടുന്ന് ഒരു 20 അളന്നെടുക്കണം കേട്ടോ. ഇവിടുന്ന് നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചതുരായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്നും കൂടെ അതേപോലെ തന്നെ കുറച്ചും കൂടി ഈ ഒരു സെൻറ്റർ വരെ നമുക്കൊന്നും കൂടെ വളച്ചു കൊടുക്കണം കേട്ടോ. ഇവിടുന്ന് വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ വളച്ചെടുക്കണം കേട്ടോ. നമ്മളിതാ ഇവിടുന്ന് ഇനി പൊക്കാൻ പോകും കേട്ടോ. നമ്മൾ ഒരു എൽ ഷേപ്പിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചതുരം നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒന്ന് ഇൻസുലേഷൻ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ടെൻഷൻ സസ്പെൻഷൻ്റെ ബേസ് ഏകദേശം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ ചതുര ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പൊക്കത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചെറിയൊരു പരിപാടി കൂടി ചെയ്യാനുണ്ട്. ഇവിടുന്ന് ഏകദേശം ഈ ഒരു ലെങ്ത്, അതായത് ഒരു 10-20 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും കൂടെ ഒന്ന് ബെൻഡ് ചെയ്തു ഏകദേശം ഇതിന് സെൻറ്ററായിട്ട്, അതായത് ഇതിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് ഇവിടെ ഒരു 10 സെൻറ്റിമീറ്റർ ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്തും കൂടി എടുത്തപ്പോൾ നമ്മുടെ ടെൻഷൻ സസ്പെൻഷൻ കാണാൻ ഏകദേശം ഒരേ കോലായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് ഇവിടെ മോള് വശമൊക്കെ നമ്മൾ സെറ്റാക്കി ഇവിടെ കറക്റ്റ് ചതുരാക്കി. കണ്ടില്ലേ, ഈ ഒരു കോലത്തിൽ നമ്മൾ ഇതിനാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെയ്യാനുള്ള പരിപാടി ഇതേപോലത്തെ ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് 2 എണ്ണം നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരേ അളവിലായിട്ട് 2 എണ്ണം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, ഇനി അടുത്ത് നമ്മളിത് സസ്പെൻഷൻ ഉണ്ടാക്കലാട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റെഡി ആക്കിയാലോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലത്തെ ചെറിയൊരു പീസ് നൂല് കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ നൂല് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഏറ്റവും താഴെ ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഉണ്ടാക്കിയാൽ നമുക്ക് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അത് കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് അടുത്ത് ചെയ്യാനുള്ള പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം നിങ്ങളുടെ ഒരു ഐഡിയയിൽ ഇച്ചിരി അളവെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ അടുത്തത് കെട്ടി കൊടുക്കാം കേട്ടോ. ഇത് കെട്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മൾ ഏകദേശം നമ്മളങ്ങനെ തിരിച്ചാക്കിയിട്ടുണ്ട്. ഇത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടും. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 4 മൂല നമുക്ക് കെട്ടിക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു മൂല ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആദ്യം തന്നെ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നേരെ താഴെ കാണുന്ന ഈ ഒരു മൂല ഇതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 എണ്ണം രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിച്ചിട്ടോ. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ള പരിപാടി വെച്ചാൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത മൂലയിലും കൂടി കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അവസാന മൂലയും കൂടി കെട്ടിയെടുത്താൽ നമ്മുടെ ടെൻഷൻ സസ്പെൻഷൻ അങ്ങനെ ഏകദേശം സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, ഇവിടെ നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെയും കെട്ടിയിട്ടത് നമുക്ക് നേരെ നമ്മുടെ താഴേക്ക് വരാം കേട്ടോ. സംഭവം ഇതിൻ്റെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്, ഇത് വെറും നൂലാട്ടോ ഇത് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി. ഇത്രയും പോകുന്നൊരു ബേസ് വെറും ഒരു നൂലാണ് നിൽക്കുന്നത്, അതും വെറും സസ്പെൻഷൻ്റെ ബലത്തിൽ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ 4ാമത്തെ മൂല നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മൾ കയറിട്ട് നമ്മൾ കെട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതൊന്ന് വിട്ട് നോക്കാൻ പോകട്ടെ, ഇതിൻ്റെ റിസൾട്ട് എന്നാണ്. നൈസ് ഒന്ന് വിട്ട് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ സാധനങ്ങൾ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറും ഒരു കയറിൻ്റെ ബലത്തിലായിട്ട് നിൽക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ വേറെ ഒന്നും ഒരു സപ്പോർട്ട് കൊടുത്തില്ല, വെറും കയർ മാത്രം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കട്ടെ, ഇങ്ങനെ വീഴോ എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇത് വെറും കയറിൻ്റെ ബലത്തിലാണ് കണ്ടോ. നോക്കിയോ, ഇത് നോക്കിയോ, ഞാനിത് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടോ. എനിക്ക് ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. കണ്ടോ, നോക്കിയോ, പോയി ശരിക്കും സസ്പെൻഷൻ്റെ ബലത്തിലാട്ടോ നിൽക്കുന്നുണ്ടല്ലോ. ഈ 4 കയർ, ഈ ഒരു കയറിന് ഈ 4 കയർ കൂടി സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ബലത്തിലായിട്ട് ഈ സാധനം ഇങ്ങനെ നിൽക്കുന്നത്.
അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ടെൻഷൻ സസ്പെൻഷൻ നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു കോലത്തിൽ കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ ഡിസൈനെ കാണിച്ച് സെറ്റപ്പ് ആക്കി നമ്മൾ പിന്നെ നൂലൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണാൻ അത്യാവശ്യം ലുക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു കാർഡ്ബോർഡ് പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ക്രോസിന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരെണ്ണം നമ്മൾ നേരെ ഇങ്ങനെ വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തടുത്ത് ചെയ്യണ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ സാധാരണ ഒരു ഫ്ലവർ വൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു ഫ്ലവർ വൈസ് എടുത്തതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ടെൻഷൻ സസ്പെൻഷൻ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, കണ്ടില്ലേ കയ്യൊക്കെ ഇട്ട് കണ്ടില്ലേ, ഇവിടെ ഒരു സാധനമില്ല. കണ്ടില്ലേ, ജസ്റ്റ് ഈ ഒരു നൂടിൻ്റെ ബലത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നത്. കണ്ടില്ലേ, കറക്റ്റ് ഒരു അലൈൻമെൻറ്റ്, ആ അലൈൻമെൻറ്റിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒന്നും ഒരു സാധനം അതാ നമ്മുടെ കാറ്റെടുത്ത് നമ്മുടെ സാധനം പോയിട്ട് ഇവിടെ നമുക്ക് വെച്ച് വെക്കാം. നല്ല കാറ്റ് കിട്ടും. നമ്മളെ ഈ ഏരിയ ആയിട്ട് ഈ ഡിസംബർ മാസമായതുകൊണ്ട് നല്ല കാറ്റ് കണ്ടില്ലേ. അപ്പോൾ നല്ല സെറ്റപ്പാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു ബലവുമില്ല. ഏകദേശം ഇതിങ്ങനെ തന്നെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ടെൻഷൻ സസ്പെൻഷൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കഴിക്കുന്നു. നമ്മൾ ശരിക്കും നിൽക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടുവിലെ കയറുണ്ടല്ലോ, ആ കയറിൻ്റെ ബലത്തിൽ 4 കയറും കൂടി നമ്മുടെ നടുവിലെ കയറിനെ സപ്പോർട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ബലത്തിലാണ് ആ മോൾ ആ ബേസ് അവിടെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കഴിക്കും. ഇഷ്ടപ്പെടാൻ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കനോട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോയി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തെങ്കിലും പോയി ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.